ഫ്ലവേഴ്സ് അക്ക പൊന്നോണ കാഴ്ച 2025 സെപ്റ്റംബർ 28 ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സബീൽ ഹാൾ 4 and 5 വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഉണ്ടല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പിടിച്ചേ എന്തിനാ പിടി വീട്ടിൽ കൊണ്ടുപോകാൻ എന്താ നിനക്ക്? എന്റെ വീട് എന്താ കുടുംബ കോടതിയാടാ ഇത്? അടിച്ച് പൊളിച്ചോണ്ടല്ലേ കാര്യം ഞാൻ പറഞ്ഞേക്കാ ഒന്നും ഞാൻ നോക്കൂല്ലോ കേട്ടോ, മൂത്തവരാണെന്നൊന്നും പിടിച്ചിറക്കിയാ വിടി ഞാൻ വീട്ടിൽ നിന്ന്. നിങ്ങൾ പറയും പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അമ്മ പാവാ. പിന്നെ പണ്ടെപ്പോഴും അവർ ഒന്നും രണ്ടും പറഞ്ഞവർ തെറ്റിയതാ. അമ്മ പറയും പോലെ അല്ല അച്ഛന്റെ സ്വഭാവം. അച്ഛൻ വെറും പാവാ. എന്നാ റോക്സെ, അച്ഛൻ എങ്ങനത്തെ ഒരാളാണെങ്കിലും നിങ്ങൾ ഇത്രയും വലിയൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് വരുമ്പോഴത്തേക്കും അച്ഛനെ മാത്രമാണ് വിവരം അറിയിക്കേണ്ടത്. അമ്മയും കൂടെ കാര്യം അറിയിക്കുന്നുള്ള ഒരു മാന്യതയല്ലേ റോക്സെ? അത് ശരിയാണ് ശിവു, സോറി. പക്ഷെ ഞാൻ അതല്ല ആലോചിക്കുന്നത്. അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്നോ? അല്ല, ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. അച്ഛനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ വളരെ രഹസ്യമായിട്ട് വച്ചിരുന്നതാ. അങ്ങനല്ലേ? എടാ, ഇവിടെ നിന്റെ അമ്മ അറിഞ്ഞോ അറിഞ്ഞില്ല എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ വിഷയം. നീ അറിഞ്ഞ ഈ ചെയ്ത് കൂട്ടണൊക്കെ നീ അറിഞ്ഞ? ഞാൻ വല്ലതും പറഞ്ഞോണ്ടല്ല. നീ എന്തിനാ പറയുന്നത്? ഇവൻ ചെയ്യുന്ന എനിക്കറിയാവുന്നോ? സത്യം പറയടാ, നീ ചെയ്യുന്ന എനിക്കറിയാവോ? പൊന്നെ ശിവു, എന്നെ എടാ പോടാന്ന് അങ്ങനെ വിളിക്കണം. ഇത്രയും കാലം അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും. സത്യം പറയും. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടി വല്ല എനിക്കറിയാവോ? അല്ലെ, ഇപ്പൊ അറിഞ്ഞില്ലേ? ഇതാ ഷിബു റോക്സിന്റെ ഒരു രീതി. കേട്ടല്ലേ? ഷിബു റോക്സിന്റെ രീതി മാറാ പറയും. നിന്റെ രീതി അല്ലേടാ? എന്റെ രീതി അറിയാലോ പൊന്നു മോനെ. ഇവിടെ ഇടിക്കും നിന്റെ അച്ഛന്റെ അമ്മയുടെയും ഫ്രണ്ടിട്ട് ഇടിച്ച് ഞാൻ കൂട്ടും നിന്നെ. കേശു, വെറുതെ അലമ്പ് കാണിക്കല്. നമ്മൾ തമ്മിൽ പ്രശ്നം അത് വേറെ. ഇപ്പം ഇടിക്കണമെങ്കിൽ ഞാൻ വേറൊരു ദിവസം വരാം, അപ്പൊ ഇടിക്കുക. എന്റെ അച്ഛന്റെ അമ്മേനെ ഫ്രണ്ട് വെച്ച് ഇടിക്കരുത്. മിക്കവാറും എല്ലാവരുടെയും മുമ്പ് വെച്ച് ചേട്ടന്റെ അമ്മ ചേട്ടന്റെ അച്ഛനെ തല്ലും. അതിന് കുഴപ്പമുണ്ടോ? അതില് പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴേ അമ്മ അച്ഛനിട്ട് രണ്ടെണ്ണം കൊടുക്കും. പാവ അച്ഛൻ അതിന് പ്രതികരിക്കാതെ അങ്ങ് പോയിണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ രണ്ടുപേരും അറിഞ്ഞുകൂടാത്തോണ്ടാ. ഇവർ രണ്ടുപേരും പാവങ്ങളാ. പക്ഷെ എന്താ, ഇവര് തമ്മിൽ എന്തോ ചേരത്തില്ല. അതാ വിഷയം. കണ്ടത് വെച്ച് നോക്കുമ്പോ ചേട്ടന്റെ അമ്മയ്ക്ക് ആരും ചേരത്തില്ല. അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ അമ്മ പാവാ. പിന്നെ ഈ കണ്ണി കണ്ട കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അതിപ്പം അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ, വിഷയത്തി വാടാ. എടാ, എനിക്ക് മനസ്സിലായി സംഭവം. നിങ്ങൾക്ക് എന്റെ അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചിരിച്ചും കളിച്ച് അവരെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്താൽ മതി. അത് പ്രശ്നമൊന്നുമില്ല. നൈസായിട്ട് പൊക്കോളും. നീ 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 എന്റെ അടുത്ത് നമ്പർ ഇറങ്ങാൻ നോക്കുന്നാടാ. ഒരു പേരുണ്ട് പുള്ളിക്ക്, ഷിബു റോക്സ്. അത് വിളിച്ച് തല്ലാക്കി തല്ലിയാ മതി. ഇനി ഞാൻ അവന്റെ പേര് ഇൻസ്റ്റയിൽ നോക്കി ഇടിക്കടി. എടാ 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 ഒന്നും പറ്റില്ലമ്മ. പലപ്പോഴായിട്ട് എന്റെ മോനെ നീ ഇവിടെ ഇട്ട് ഇടിച്ച് പദം വെത്തുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട്. പാവന്റെ കുട്ടി ക്ഷീണിച്ച് വീട്ടിൽ കയറി വരുമ്പോ ഞാൻ കൊടുക്കുന്ന വാട്ടി മുട്ട കഴിച്ചിട്ടാ ഇവൻ ഇത്രയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. എന്നാലും ഇവന്റെ അളിയനാകേണ്ട നീ ഇങ്ങനെ ചെയ്യാവോടാ? അമ്മ, അത് ചുമ്മാ തമാശക്ക് വേണ്ടി നമ്മൾ വെറുതെ ചെയ്തല്ലേ. അമ്മ അകത്തോട്ടിരിക്കാം. കേശു വാടാ, അകത്തോട്ടിരിക്കാം. ആണോ? അമ്മ വാ പോട്ട്. കണ്ണൻ രവി ഗ്രൂപ്പ് പ്രസൻസ് വെസ്റ്റ് ഓൺ ഫ്ലവേഴ്സ് അക്ക പൊന്നോണ കാഴ്ച 2025.